ശുഭാപ്തി വിശ്വാസമുള്ളവർ പറയുന്നു എറണാകുളത്തെ പ്രശ്നങ്ങൾ തീർന്നുവെന്ന്. യെസ്, ഫൈനലി പീസ് ഇസ് ഹിയർ. അതാണ് എല്ലാവരും പറയുന്നത്. മറ്റു ചില രൂപതകളിൽപ്പെട്ട വൈദികർ പോലും അതിൽ സന്തുഷ്ടരാണ്. സോഷ്യൽ മീഡിയയിൽ അവർ അവരുടെ സന്തോഷം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിനാൽ തന്നെ നമ്മളിപ്പോൾ വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ കൽദായ സഹോദരന്മാരുടെ കാര്യം. എറണാകുളം, അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി, പാല തുടങ്ങിയ ഇടങ്ങളിലെ കട ഉടമകളോട് എനിക്ക് ഒരഭ്യർത്ഥനയുണ്ട്, ഒരു അപേക്ഷയാണ്. സംശയാസ്പദമായ രീതിയിൽ ആരെങ്കിലും കയറ് വാങ്ങുകയോ അല്ലെങ്കിൽ കൃഷി ആവശ്യത്തിനുള്ള മരുന്നുണ്ടല്ലോ, വിഷമരുന്ന്, അത് വാങ്ങുകയോ എലിപ്പാഷാണം ചെയ്യുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പോലീസിനെ വിളിക്കുക. കാരണം ഈ നമ്മുടെ കൽദായ സഹോദരർ വളരെ വളരെ നിരാശയിലാണ്. അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഈ പറയുന്നത് ശരിയാണെങ്കിൽ എറണാകുളത്തെ ജനങ്ങൾ, എറണാകുളത്തെ വിശ്വാസികൾ ആവശ്യപ്പെട്ടതിനപ്പുറം നമുക്ക് നൽകുവാൻ നമ്മുടെ സഭാ നേതൃത്വം തയ്യാറായി എന്നുള്ളതാണ്. ദാറ്റ് ഈസ് ദ ഫാക്ട്. അപ്പോൾ ദാറ്റ് ഈസ് വെരി ഡിസപ്പോയിൻറ്റിങ് ആൻഡ് ഡിസ്കറേജിങ് ഫോർ അവർ കൽദായ ബ്രദേഴ്സ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതിനോടൊപ്പം തന്നെ എനിക്ക് ഒരു കാര്യം കൂടി പറയാനുണ്ട്. ഈ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴത്തേക്ക് നമ്മൾ പല രീതിയിൽ പറയുന്നുണ്ടല്ലോ. ഒരു പോസ്റ്റിങ്ങിൽ ഞാൻ കണ്ടത് ഞായറാഴ്ചകളിൽ ഒരു കുർബാന എന്നാണ്. ഈ ഒരു വാക്ക് കൊണ്ടുള്ള കളി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു കുർബാന എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ പള്ളികളിൽ 2 സ്കെഡ്യൂൾഡ് കുർബാനയുണ്ട് അറ്റ്ലീസ്റ്റ്. ഈ സ്കെഡ്യൂൾഡ് കുർബാനയുടെ സമയത്താണോ മറ്റേതെങ്കിലും സമയത്താണോ എന്ന് വ്യക്തമാക്കണം, വളരെ വ്യക്തമാക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ ഈ സിനഡ് കുർബാന നടക്കുന്ന പള്ളികളിലും ഒരു കുർബാന ജനാഭിമുഖം നടത്താം എന്നുള്ള തീരുമാനവുമായിട്ടുണ്ട്. നല്ല കാര്യം. അപ്പോൾ ഞാൻ പറയുന്നത് അത് സീറോ മലബാർ സഭയിൽ മുഴുവൻ നടപ്പിലാക്കുക, എല്ലാ അതിരൂപതയിലും. അങ്ങനെ വരുമ്പോഴാണ് യൂണിറ്റി വരുന്നത്. നിങ്ങൾ പറയുന്ന ഈ യൂണിറ്റി, ഐക്യം വരുന്നത്, ഈ ഫോർമുല. അപ്പോൾ കൽദായ രൂപതകളിൽ ഒരു ജനാഭിമുഖ കുർബാന, ഓക്കെ, ഞായറാഴ്ചകളിലും കടമുള്ള ദിവസങ്ങളിലും, സൂപ്പർ. അതൊരു കാരണവശാലും സ്കെഡ്യൂൾഡ് കുർബാന ആകാൻ പാടില്ല. കൽദായർ അതിനു വേണ്ടിയിട്ട് നിർബന്ധം പിടിക്കും ഈ സിനഡ് കുർബാന ഒരു സ്കെഡ്യൂൾഡ് മാസായി ചെല്ലണമെന്ന്. കാരണം എന്താണ്? ഞാൻ പലപ്പോഴും പറയാറുള്ള പോലെ കൂട്ടത്തിൽ പൂട്ടാനും കൂടെ പാടാനും എളുപ്പമാണ്. കാരണം നമുക്കെല്ലാം അറിയാം, എറണാകുളം അതിരൂപതയുടെ ഒരൊറ്റ പള്ളികളിലും ഇങ്ങേറ്റം കൽദായരുടെ ആവാസ കേന്ദ്രമായ എറണാകുളത്തും, ഇവർ പറയുന്ന മാതിരി ആവാസ കേന്ദ്രമായ എറണാകുളത്തും തൃപ്പൂണിത്തുറയിൽ പോലും വിരളിൽ എണ്ണാവുന്ന കൽദായരേ ഉണ്ടാവുകയുള്ളൂ ഈ കുർബാനയ്ക്ക് 2 മണിക്കോ 3 മണിക്കോ 5 മണിക്കോ വെച്ച് കഴിഞ്ഞാൽ. അതേസമയം സ്കെഡ്യൂൾഡ് കുർബാനയുടെ സമയത്ത് ഒരു കൽദായ കുർബാന വെച്ചാൽ ഇപ്പോൾ ആ സമയത്ത് കുർബാനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുന്നവർ, അവരിൽ കുറേ പേര് തന്നെയെങ്കിലും ഈ കുർബാനയിൽ പോയി പങ്കുകൊള്ളും. അപ്പോൾ അവർക്ക് നല്ല ജനക്കൂട്ടമാണ്, നല്ല ഭയങ്കര ജനക്കൂട്ടമാണ് എന്നൊക്കെ വേഷം കെട്ടി പറയാൻ സാധിക്കും. അത് ഒരു കാരണവശാലും അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സിനഡ് കുർബാന അർപ്പിച്ചോ, അത് അവരിഷ്ടമുള്ള സമയത്ത് ഈ സ്കെഡ്യൂൾഡ് കുർബാന ഒഴിച്ച് പള്ളിയുടെ അവൈലബിലിറ്റി അനുസരിച്ച് ഏതെങ്കിലും സമയത്ത് ചെയ്യുക. ഇതിൽ നമ്മുടെ അൽമായ മുന്നേറ്റം, അതുപോലെ നമ്മുടെ വൈദിക സമിതിയും ബുദ്ധിപരമായിട്ടൊരു തീരുമാനം എടുത്തിട്ടുണ്ട് എന്ന് ഞാൻ ആശിച്ചു പോവുകയാണ്. അതിനോടൊപ്പം തന്നെ ഞാൻ നിരാശരായിരിക്കുന്ന നമ്മുടെ കൽദായ സഹോദരന്മാരോട് പറയുകയാണ്, എനിക്ക് നിങ്ങളോട് വളരെ കനിവ് തോന്നുന്നു, വളരെ അനുകമ്പ തോന്നുന്നു. നിങ്ങൾ എന്തെങ്കിലും കടുങ്കൈ ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ പ്ലീസ് വെയിറ്റ്, ഡോണ്ട് ഹറി അപ്പ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൂലൈ 3-ാം തീയതി എന്താണ് ആ സർക്കുലറിൽ വരുന്നത് എന്നറിഞ്ഞിട്ട് നിങ്ങൾ തീരുമാനിച്ചാൽ മതി എന്ത് ചെയ്യണമെന്ന്. പെട്ടെന്ന് എടുത്തിയാടി അനിഷ്ട സംഭവങ്ങൾ ചെയ്യിക്കൂട്ടരുത്. എനിക്കതേ നിങ്ങളോട് പറയാനുള്ളൂ. കാരണം നമ്മുടെ മെത്രാന്മാരും തട്ടിലുമാണ്. ഈ തട്ടിൽ എപ്പോഴും 2 തട്ടിലായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞ മാതിരി ഇത് ജൂലൈ 3 വരെ വെയിറ്റ് ചെയ്യുക, പിടിച്ചു നിൽക്കുക, ജസ്റ്റ് പിടിച്ചു നിൽക്കുക, എങ്ങനെയെങ്കിലും ആ കല്ല് പിടിച്ചു നിൽക്കുക. പിന്നെ സമാധാനമായിട്ട് പോയിട്ട് 2 പെഗ്ഗടിക്ക്, നിങ്ങളുടെ വിഷമം ഒന്ന് കുറയട്ടെ. ഇതാണ് എനിക്ക് നിങ്ങളോട് ഇപ്പോൾ തൽക്കാലം പറയാനുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ജൂലൈ 3-ന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം. താങ്ക് യു വെരി മച്ച്.